നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിയുടെ പേര് ഉപേക്ഷിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത കൂടിയാണ് കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുന്നതെന്ന് സുനിൽ പി ഇളയിടം. കേന്ദ്ര സർക്കാരിന്റേത് വർഗീയതയുടെ രാഷ്ട്രീയ യുക്തിയെ ജനക്ഷേമ പദ്ധതിയിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമെന്നും ഇളയിടം. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമുകളിൽ പന്നികളുടെ ദയാവധം ആരംഭിച്ചു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെയും കടങ്ങോട് പഞ്ചായത്തിന്റെയും വെറ്റിനറി ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് കള്ളിംഗ് ഓപ്പറേഷൻ നടത്തിയത്. പുന്നൂർകുളം ചമ്മന്നൂർ മാഞ്ചിറ പാലത്തിന്റെ അരികിടിഞ്ഞതിനെ തുടർന്ന് വടുതല ആറ്റുപുറം PWD റോഡിൽ ഭാഗികമായി വാഹന ഗതാഗതം നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് വിലക്കില്ല. വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം വാണിയമ്പലം മടശ്ശേരി സ്വദേശി ഇരട്ടപ്പിലാക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുൻസാഫിറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അറബിക് അധ്യാപകനും ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ചുമതലയുള്ള പ്രതി 7ഓളം ആൺകുട്ടികളെയാണ് പീഡനത്തിനിരയാക്കിയത്. വിശദമായ വാർത്തയിലേക്ക്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിയുടെ പേര് ഉപേക്ഷിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത കൂടിയാണ് കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുന്നതെന്ന് സുനിൽ പി ഇളയിടം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിയുടെ പേര് മാറ്റുന്നത് വാസ്തവത്തിൽ അതൊരു ഗാന്ധിയുടെ പേര് മാറ്റുന്നു എന്ന പ്രതീക തലത്തിൽ മാത്രമല്ല, ആ പദ്ധതിയെ പൂർണ്ണമായും തകർക്കുന്ന ഒരു നയപരിപാടി അതിനു പിന്നിലുണ്ട്. അതിന്റെ പ്രതീകപരമായ ഉള്ളടക്കം പോലെ തന്നെ സാമൂഹ്യതലത്തിൽ വരുന്ന മാറ്റവും പ്രാധാന്യത്തോടെ കാണണം. നിർബന്ധിതമായ 100 ദിവസം എന്നത് ആപേക്ഷികമായി തീരുകയും 125 ദിവസം വരെ ആകാം എന്ന് പറയുകയും ആ ഉത്തരവാദിത്വം 40% സംസ്ഥാനങ്ങളിലേക്ക് കൈമാറുകയുമെല്ലാം ചെയ്യുന്നത് വഴി പദ്ധതിയുടെ അടിസ്ഥാനപരമായ ആന്തരിക മൂല്യത്തെയും പ്രവർത്തനശേഷിയെയും ഇല്ലാതാക്കുന്ന പരിപാടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 2014 മുതൽ പടിപടിയായി പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ, ഫണ്ട് വെട്ടിക്കുറയ്ക്കുക, 100 ദിവസം എന്നുള്ളത് 40-50 ദിവസം എന്നുള്ളതിലേക്ക് ചുരുക്കുക എന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായും റദ്ദാക്കുന്ന നിലയിലേക്ക് എത്തുന്നു എന്നും സുനിൽ കൂട്ടിച്ചേർത്തു. വാസ്തവത്തിൽ അതൊരു ഗാന്ധിയുടെ പേര് മാറ്റുന്നു എന്ന പ്രതീക തലത്തിൽ മാത്രമല്ല, ഒന്ന് ആ പദ്ധതിയെ പൂർണ്ണമായിട്ട് തകർക്കുന്ന ഒരു നയപരിപാടി അതിൻ്റെ പിന്നിലുണ്ട്. അതായത് നിർബന്ധിതമായ 100 ദിവസം എന്നത് ആപേക്ഷികമായി തീരുകയും അതിപ്പോൾ തുടങ്ങിയതല്ല, 2014 മുതൽ പടിപടിയായി ആ പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക, 100 ദിവസം എന്നുള്ളത് 40-50 ദിവസങ്ങളിലേക്ക് ചുരുക്കുക, ഇതൊക്കെ മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അത് പൂർണ്ണമായിട്ടും റദ്ദാകുന്ന നിലയിലേക്ക് എത്തുന്നു. ആ പ്രക്രിയയുടെ തുടർച്ചയിലാണ് ഗാന്ധിയുടെ പേര് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുന്നത്. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പേരിലുള്ള പല പദ്ധതികളും പേര് മാറ്റിയിട്ടുണ്ട്. നെഹ്റുവിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഗാന്ധിയുടെ പേര് മാറ്റുന്നു എന്നുള്ളത് ആദ്യത്തെ ഒരു സംഭവമായിരിക്കും. മതനിരപേക്ഷമായ കീഴ്ത്തട്ട് ജനാധിപത്യത്തിന്റെ ഗ്രാമജീവിതത്തിന്റേതായ അടിസ്ഥാന മൂല്യങ്ങളെയാണ് നിഷേധിക്കുന്നത്. ഗ്രാമജനതയാണ് ഇന്ത്യൻ ജീവിതത്തിന്റെ ആധാരം എന്ന അടിസ്ഥാന സങ്കല്പ തലത്തിലും നടത്തുന്ന നിരാകരണമാണത്. വർഗീയതയുടെ ഒരു രാഷ്ട്രീയ യുക്തിയെ അവർ പദ്ധതിയിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് നടത്തുന്നതെന്നും സുനിൽ പി ഇളയിടം കൂട്ടിച്ചേർത്തു. ഗാന്ധിയുടെ വരവോടെയാണ് വാസ്തവത്തിൽ ഈ ഹിന്ദുത്വത്തിൻ്റെ ഒരു ഫ്രെയിംവർക്കിൽ നിന്ന് അത് വഴിതിരിയുകയും ഒരു സെക്യുലർ നാഷണലിസത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേരുകയും ചെയ്തത്. അതായത് ഇന്ത്യ എന്നുള്ളൊരു രാഷ്ട്രസങ്കല്പത്തിൻ്റെ തന്നെ നിരാകരണമാണ് ഗാന്ധിയുടെ പേര് ഉപേക്ഷിക്കുക വഴി സംഭവിക്കുന്നത്. ഗാന്ധി ഇന്ത്യയെ സംബന്ധിച്ച് വെറും ഒരു പേരല്ല, സെക്യുലർ നാഷണലിസം എന്നതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ, അതിൻ്റെ ഒരു സാന്ദ്രസ്ഥാനമാണ് ഗാന്ധി. രണ്ട് നിലയിലും ഗാന്ധിയുടെ പേര് ഉപേക്ഷിക്കുന്നു എന്ന പ്രതീകാത്മക തലത്തിലും ഗ്രാമജനതയാണ് ഇന്ത്യൻ ജീവിതത്തിൻ്റെ ആധാരമെന്ന അതിൻ്റെ അടിസ്ഥാന സങ്കല്പത്തിൻ്റെ തലത്തിലും നടത്തുന്ന ഒരു നിരാകരണമാണ്. അത് ഈ പറയുന്ന വർഗീയതയുടെ ഒരു രാഷ്ട്രീയ യുക്തിയെ ഒരു പദ്ധതിയിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ബോധപൂർവം തന്നെയായ പ്രശ്നം. 7 വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം വാണിയമ്പലം മടശ്ശേരി സ്വദേശി ഇരട്ടപ്പിലാക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുൻസാഫിറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അറബിക് അധ്യാപകനും ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ചുമതലയുള്ള പ്രതി 7ഓളം ആൺകുട്ടികളെയാണ് പീഡനത്തിനിരയാക്കിയത്.
കുട്ടികൾ പരാതി നൽകിയതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് പ്രതിയെ വിദ്യാലയത്തിൽ നിന്നും പുറത്താക്കി. കുട്ടികൾ ചൈൽഡ് ലൈനിൽ അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ കുന്നംകുളം പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമുകളിൽ പന്നികളുടെ ദയാവധം ആരംഭിച്ചു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെയും കടങ്ങോട് പഞ്ചായത്തിന്റെയും വെറ്റിനറി ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് കള്ളിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. മണ്ടംപറമ്പ് പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 5 ഫാമുകളിലെ 300-ൽ-അധികം പന്നികളെയാണ് കൊന്നൊടുക്കുന്നത്. എപ്പിഡമിക് പ്രോട്ടോകോൾ പ്രകാരം RRT പ്രവർത്തകരാണ് പന്നികളെ വധിക്കുന്നത്. ഇതിനുശേഷം ഫാമുകളിൽ തന്നെ സംസ്കരിക്കും. ഇന്ന് തന്നെ നടപടി പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നമ്മുടെ രവിയുടെ ഫാമാണ് നമ്മൾ തുടക്കത്തിൽ ഇവിടെ നിന്നാണ് നമുക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഈ 1 കിലോമീറ്റർ റേഡിയസിൽ നമുക്കൊരു 4 ഫാമുകളും ഉണ്ട്. 4 ഫാമിലൂടെ ഏകദേശം 300 മുതൽ 400 വരെ കാണാവുന്നതാണ്, ആനിമൽസ് കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ മൊത്തം ആനിമൽസിനെയും കള്ള് ചെയ്ത് മറവ് ചെയ്ത് അത് സാനിറ്റേഷൻ ചെയ്തിട്ടാണ്. ചൊവ്വാഴ്ചയാണ് മണ്ടംപറമ്പിൽ പ്രവർത്തിക്കുന്ന ഫാമുകളിലെ പന്നികൾക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രത്യേകം യോഗം ചേർന്ന് നടപടികൾക്ക് തീരുമാനമെടുത്തു. കഴിഞ്ഞ വർഷം 1500-ലധികം പന്നികളെ ദയാവധത്തിന് ഇരയാക്കിയിരുന്നു. കുന്നംകുളം അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ സുബിൻ കോലാടി, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ അനീഷ് രാജ്, ഡോക്ടർ മനോജ് തെറ്റയിൽ, ഡോക്ടർ അനൂപ് ജിയോ ജോസ്, ഡോക്ടർ സാം എബ്രഹാം എന്നിവർ കള്ളിംഗ് നടപടികൾക്ക് നേതൃത്വം നൽകി. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ ബസ് കണ്ടക്ടറെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന PVT ബസ്സിലെ കണ്ടക്ടർ തിച്ചൂർ സ്വദേശി 40 വയസ്സുള്ള അനൂപാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഒക്ടോബർ 14-നാണ് സംഭവമുണ്ടായത്. മങ്ങാട് നിന്നും വടക്കാഞ്ചേരിയിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ടക്ടർ യുവതിയോട് മോശമായി പെരുമാറിയെന്നും ലൈംഗിക അതിക്രമം നടത്തിയെന്നുമാണ് പരാതി. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുന്നൂർകുളം ചെമ്മന്നൂർ മാഞ്ചിറ പാലത്തിന്റെ അരിക് ഇടിഞ്ഞതിനെ തുടർന്ന് വടുതല ആറ്റുപുറം PWD റോഡിൽ ഭാഗികമായി വാഹന ഗതാഗതം നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് വിലക്കില്ല. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് മാഞ്ചിറ പാലത്തിന്റെ തെക്ക് ഭാഗം ഇടിഞ്ഞത്. ആഴ്ചകൾക്ക് മുൻപ് പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. 9 വർഷങ്ങൾക്ക് മുൻപാണ് റോഡ് ഉയർത്തി നിർമ്മാണം നടത്തിയത്. പഴയ പാലത്തിന്റെ മുകളിൽ മണ്ണിട്ട് ഉയർത്തിയാണ് ടാർ ചെയ്തത്. അന്ന് തന്നെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത നാട്ടുകാർ ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്രയും പെട്ടെന്ന് ഇവിടെ പാലം നിർമ്മിക്കും എന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. പാലം തകർന്നതോടെ സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റും നിലംപൊത്തി. ഈ സമയത്ത് വാഹനങ്ങൾ പോകാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. PWD പാലം വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചായിരുന്നു വാഹനങ്ങൾ കടന്നുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നിലവിൽ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളെയാണ് വിലക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. നിയന്ത്രണത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കൊച്ചന്നൂരിൽ നിന്ന് തിരിഞ്ഞു പോകണം. ആറ്റുപുറത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വടക്കേക്കാട് വഴി തിരിഞ്ഞ് കൊച്ചന്നൂർ വഴിയും പോകണമെന്ന് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. നിയന്ത്രണം പ്രാവർത്തികമായതോടെ ഇന്ന് നിരവധി സ്കൂൾ കുട്ടികളാണ് കൂടുതൽ ബുദ്ധിമുട്ടിലായത്. കുന്നംകുളത്തേക്ക് പോകുന്ന പ്രധാന റോഡ് കൂടിയാണ് പാറയമ്പാടം ആറ്റുപുറം റോഡ്. പാലം നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സമാന്തരമായി റോഡ് നിർമ്മിച്ച് കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരുമനയൂരിൽ ലഹരി ഉപയോഗം പോലീസിൽ അറിയിച്ചതിനുള്ള വൈരാഗ്യത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 2 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുത്തമാവ് സ്വദേശികളായ തേറുവീട്ടിൽ ശ്രീരാഗ്, അടിയാര വീട്ടിൽ പ്രജിത്ത് എന്നിവരെയാണ് ചാവക്കാട് SHO VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അന്തരിച്ച വാദ്യകലാരംഗത്തെ പ്രതിഭ, പ്രമുഖ മദ്ദള കലാകാരൻ പേരടിപ്പുറത്ത് ഉണ്ണികൃഷ്ണന് നാടിന്റെ യാത്രാമൊഴി. 59 വയസ്സായിരുന്നു. പഞ്ചവാദ്യ സംഘത്തോടൊപ്പം മുംബൈയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു അന്ത്യം. പെരിങ്ങോട് മതുപ്പുള്ളി സ്വദേശിയാണ്. വൈദ്യുതി വകുപ്പിൽ നിന്ന് വിരമിച്ച ശേഷം വാദ്യകലാരംഗത്ത് സജീവമായിരുന്നു. ചെണ്ടയിലും താളത്തിലും മദ്ദളത്തിലും ഒരേ സമയം കഴിവ് പ്രകടിപ്പിച്ച അപൂർവം കലാകാരന്മാരിൽ പ്രമുഖനായ ഉണ്ണികൃഷ്ണൻ വിവിധ പഞ്ചവാദ്യ സംഘങ്ങളോടൊപ്പം ഉത്സവവേദികളിൽ തിളങ്ങി. തൃശൂർ ചേലക്കര മാധവൻകുട്ടിയുടെ പഞ്ചവാദ്യ സംഘത്തോടൊപ്പം മഹാരാഷ്ട്രയിൽ വിവിധ സ്ഥലങ്ങളിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ച് മടങ്ങുന്നതിനിടെ ട്രെയിനിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇതേ ട്രെയിനിൽ ഗുജറാത്തിൽ നിന്ന് മടങ്ങിവരികയായിരുന്ന വാദ്യസംഘത്തിലെ മലയാളി സുഹൃത്തുക്കളും
സഹപ്രവർത്തകരും മുംബൈ പനവേൽ മലയാളി സമാജം പ്രവർത്തകരും ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റെയിൽവേ പോലീസും ആരോഗ്യവകുപ്പിൻ്റെയും സഹായത്തോടെ തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ആംബുലൻസിൽ നാട്ടിലെത്തിച്ചു. വ്യാഴാഴ്ച രാവിലെ പള്ളം ശാന്തിതീരത്ത് സംസ്കാരം നടത്തി. വാദ്യകലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ആശാവർക്കറായ കുമാരിയാണ് ഭാര്യ. ദേവികൃഷ്ണ, മീരാകൃഷ്ണ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി പതിയാരത്ത് കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ചാവക്കാട് ഇരിങ്ങപ്പുറം സ്വദേശി രാമനത്ത് വീട്ടിൽ 51 വയസ്സുള്ള ജലീലാണ് മരിച്ചത്. എരുമപ്പെട്ടി നെല്ലുവായ് മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള ബന്ധുവീട്ടിൽ ഇന്നലെ എത്തിയതായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. പതിയാരം പുത്തൻകുളത്തിൽ കുളിക്കുവാൻ ഇറങ്ങിയതായിരുന്നു. മറുകരയിലേക്ക് നീന്തുന്നതിനിടയിൽ ശരീരം കുഴഞ്ഞ് വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം മുങ്ങിയെടുത്തത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഒരു കഥാസന്ദർഭത്തിന്റെ അതേപടിയുള്ള ആവിഷ്കാരം എന്നതിനു പകരം ആ കഥയുടെ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ഒരു ഭാവത്തെ സംഗ്രഹിക്കാനും ആ ഒരു കഥയുടെ സ്വഭാവത്തെ പ്രകാശിപ്പിക്കാനും കഴിയുന്ന മട്ടിലായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വരകൾ എന്ന് സുനിൽ പി ഇളയിടം. സാഹിത്യ അക്കാദമിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജും സംയുക്തമായി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സിംപോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്പൂതിരി വരച്ചത്. നോവലിനെ വ്യാഖ്യാനിക്കാനായിട്ട് വരയ്ക്കാൻ പുറപ്പെടരുതെന്നൊരു നിരീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ വരകൾ ശ്രദ്ധിച്ചാൽ വ്യക്തമാകും. അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ കേന്ദ്രം മനുഷ്യനാണ്. ഈ മനുഷ്യരൂപത്തിലുള്ള ചെറിയ ചെറിയ പോറലുകൾ കൊണ്ട് അതിലെ ചില പശ്ചാത്തല സൂചനകളിലൂടെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും മിനിലിസ്റ്റായിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് കഥയിലേക്ക് തന്നെ തുറന്നിരിക്കുന്ന വാതിലായി നമ്പൂതിരിയുടെ വര സാഹിത്യത്തോട് ചേർന്ന് നിൽക്കുന്നുവെന്നും സുനിൽ പി ഇളയിടം കൂട്ടിച്ചേർത്തു. അദ്ദേഹം എപ്പോഴും പറയുന്നത്, അവസാനം പറയുന്നുണ്ട്, ഈ നോവലിനെ വ്യാഖ്യാനിക്കാനായിട്ട് വരക്കാരൻ പുറപ്പെടരുത് എന്നൊരു നിരീക്ഷണം അദ്ദേഹം പറയുന്നുണ്ട്. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന്റെ വരകൾ ശ്രദ്ധിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, വിശദാംശങ്ങൾ ഏറെയുമില്ല. അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ കേന്ദ്രം മനുഷ്യനാണ്. ഈ മനുഷ്യ രൂപത്തിലുള്ള ചെറിയ ചെറിയ പോറലുകൾ കൊണ്ട് അതിന് ചില പശ്ചാത്തല സൂചനകൾ അവിടെയൊക്കെ തന്നെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിയുന്ന മട്ടിൽ ഏറ്റവും മിനിമലിസ്റ്റ് ആയിട്ട് വരയ്ക്കുക. ആ കഥയുടെ അല്ലെങ്കിൽ ആ സന്ദർഭത്തിന്റെ ഒരു ഭാവത്തെ എന്താ പറയുക സംഗ്രഹിക്കാനോ ജനറാലിറ്റി ഓഫ് ദ എസൻസ് എന്ന് പറയാമോ ആ കഥയെ കൂടുതൽ ദീപ്തമാക്കാൻ പോകുന്ന ഒരു വരയായി നമ്പൂതിരിയുടെ വര ഈ സാഹിത്യത്തോട് ചേർന്നു. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി മലയാളം ഉപദേശക സമിതി അംഗം അനിൽ വള്ളത്തോൾ അധ്യക്ഷനായി. പ്രമുഖ ചിത്രകാരനായ ആർട്ടിസ്റ്റ് മദനൻ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. സാഹിത്യ അക്കാദമി ഓഫീസ് ഇൻചാർജ് നവീൻ കുമാർ, കോളേജ് IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം രാവിലെ 11:30 നടന്ന സിംപോസിയത്തിൽ നമ്പൂതിരി ചിത്രങ്ങളുടെ നാനാർത്ഥങ്ങൾ എന്ന വിഷയത്തിൽ സോമൻ കടലൂർ, നമ്പൂതിരി വരയുടെ പരിണാമങ്ങൾ ദേശകാലങ്ങളിലൂടെ എന്ന വിഷയത്തിൽ KM ജയശ്രീ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് 2-ന് രേഖാചിത്രങ്ങളും സാഹിത്യാസ്വാദനവും നമ്പൂതിരി ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ചില നിരീക്ഷണങ്ങൾ എന്ന വിഷയത്തിൽ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ AM റീനയും വരയും വാക്കും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങളിലൂടെ എന്ന വിഷയത്തിൽ R ശ്രീലതാ വർമ്മയും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സമാപന സദസ്സിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രഭാഷണം നടത്തി. കേച്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കാറിന്റെ ചില്ലുകൾ തകർത്ത സംഭവത്തിൽ 3 പ്രതികൾ അറസ്റ്റിൽ. പുത്തൂർ എരനെല്ലൂർ സ്വദേശികളായ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൈപ്പറമ്പ് പുത്തൂർ സ്വദേശി 29 വയസ്സുള്ള വിഷ്ണുദേവൻ, സഹോദരൻ 27 വയസ്സുള്ള മനു, കേച്ചേരി എരനെല്ലൂർ സ്വദേശി 32 വയസ്സുള്ള അർജുൻ എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KG ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കേച്ചേരി സ്വദേശിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഊക്കയിൽ മുബാറക് കുടുംബത്തോടൊപ്പം കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് അക്രമി സംഘം കാറിന്റെ മുൻഭാഗത്തെയും വശങ്ങളിലെയും ചില്ലുകൾ അടിച്ചു തകർത്തത്. അക്രമി സംഘം സഞ്ചരിച്ച ബൈക്കിന് സൈഡ് കൊടുത്തില്ലെന്ന കാരണത്താലാണ് പ്രതികൾ ചേർന്ന് ചില്ലടിച്ചു പൊട്ടിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം. കുന്നംകുളത്ത് കോൺഗ്രസിൽ പുതിയ വിവാദം.
അത്താഴ വിരുന്നിനെന്ന വ്യാജേന കോൺഗ്രസിലെ വിജയിച്ച അംഗങ്ങളെ ക്ഷണിച്ചു വരുത്തിയതിനെ ചൊല്ലിയാണ് വിവാദം ഉയർന്നിരിക്കുന്നത്. ഇഷ്ടക്കാരനെ പാർലമെന്ററി പാർട്ടി നേതാവായി നിശ്ചയിക്കാനാണ് ഇത്തരത്തിൽ വിരുന്ന് നടത്തിയതെന്ന ആക്ഷേപവുമായി ഒരു വിഭാഗം രംഗത്തെത്തി. കുന്നംകുളം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിയുക്ത കോൺഗ്രസ് അംഗങ്ങളെ നിലവിലെ ഭരണസമിതിയിൽ അംഗമായി തുടരുന്ന കൗൺസിലറുടെ വീട്ടിൽ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറി KC ബാബു, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ് എന്നിവർ കൂടി പങ്കെടുത്താണ് ചടങ്ങ് നടത്തിയത്. ഇതിൽ 6 നിയുക്ത കൗൺസിലർമാരും പങ്കെടുത്തു. അത്താഴ വിരുന്നിനെന്ന വ്യാജേന തെറ്റിദ്ധരിപ്പിച്ച് നിയുക്ത കൗൺസിലർമാരെ വിളിച്ചു വരുത്തിയത് നേതാക്കളുടെ ഇഷ്ടക്കാരനെ പാർലമെന്ററി പാർട്ടി ലീഡറായി നിശ്ചയിക്കാനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണെന്നാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. യോഗത്തിൽ നിന്ന് ഷാജി ആലിക്കൽ, മിനി മോൻസി, അനീന ഷിബു, വിമതയായി മത്സരിച്ച് വിജയിച്ച കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന KP മിനി എന്നിവർ വിട്ടുനിന്നു. നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജു ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അത്താഴ വിരുന്നൊരുക്കി ഒരു വിഭാഗം നേതാക്കളെ ഒഴിവാക്കി തിരക്ക് പിടിച്ച് യോഗം ചേർന്നതിന് പിന്നിൽ കോൺഗ്രസിനുള്ളിലെ ഭിന്നതയാണ് കാരണമായിട്ടുള്ളത് എന്നാണ് സൂചന. പുതിയ കൗൺസിൽ കാലയളവിന്റെ തുടക്കത്തിൽ തന്നെയുണ്ടായ കോൺഗ്രസിനുള്ളിലെ തമ്മിൽ തല്ല് വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നാണ് കരുതുന്നത്. ഗുരുവായൂർ നഗരസഭ 36-ാം വാർഡ് കൗൺസിലർ മാഗി ആൽബർട്ട് നിര്യാതയായി 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോട്ടപ്പടി അമ്മാപറമ്പിൽ പരേതനായ ആൽബർട്ടിന്റെ ഭാര്യയാണ്. 2010-ലെ തെരഞ്ഞെടുപ്പിൽ 36-ാം വാർഡിൽ നിന്നാണ് ആദ്യമായി കൗൺസിലർ ആകുന്നത്. പിന്നീട് 2015-ൽ വാർഡ് 32-ൽ നിന്നും 2020-ൽ വാർഡ് 36-ൽ നിന്നും തുടർച്ചയായി വിജയിച്ചു. ഒടുവിൽ നിലവിലെ കൗൺസിലിന്റെ കാലാവധി പൂർത്തിയാക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ അവർ യാത്രയായത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. ഗുരുവായൂർ LF കോളേജിൽ ക്ലർക്കായി വിരമിച്ച ശേഷമാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. ഫ്രീഡ, റെഡ്ഡി എന്നിവരാണ് മക്കൾ. ആംസൺ, നീനു എന്നിവർ മരുമക്കളാണ്. ഗുരുവായൂർ തൊഴിയൂർ ICA കോളേജ് ഗ്രൗണ്ടിൽ നിന്നും 6 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. കോളേജ് സമയം കഴിഞ്ഞ ശേഷം ഗ്രൗണ്ടിലെ പുല്ല് വൃത്തിയാക്കുന്നതിനിടെയാണ് തൊഴിലാളികൾ പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. മഹാരാഷ്ട്രയിൽ കൃഷി ചെയ്യുന്ന നസ്രബാത്ത നെല്ലിനം പഴഞ്ഞി അരുവായ്പാടത്ത് കൃഷി ചെയ്യുകയാണ് ചോഴിക്കുന്നത്ത് വീട്ടിൽ ഷൈജു. 50 സെന്റ് സ്ഥലത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നസ്രബാത്ത് നെല്ല് കൃഷി ചെയ്തത്. ജൈവവളമാണ് നെൽച്ചെടികൾക്ക് നൽകുന്നത്. കൊല്ലങ്കോട്ട് നിന്നാണ് വിത്ത് കൊണ്ടുവന്നത്. 110-125 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുമെന്ന് ഷൈജു പറഞ്ഞു. നസ്രബാത്ത് നെല്ലിന് 4 അടിയിലേറെ ഉയരം ഉണ്ടാകാറുണ്ടെങ്കിലും ഇവിടെ സാധാരണ നെല്ലിന്റെ ഉയരം മാത്രമേയുള്ളൂ. ഫോട്ടോഗ്രാഫറായ ഷൈജു ഉമ, ജ്യോതി, പൊന്മണി നെല്ലിനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ സുഹൃത്ത് അവിടെ ചെയ്ത് കണ്ടു. ആള് ചോദിച്ചറിഞ്ഞു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഇതൊരു 110-125 ദിവസമാണ് ഇതിൻ്റെ വിളവിൻ്റെ സമയം വരിക എന്ന് പറഞ്ഞു. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനനുസരിച്ചിട്ട് ചിലപ്പോൾ 110-നാവും, ചിലപ്പോൾ 125 ദിവസമൊക്കെ ആവും എന്ന് പറഞ്ഞു. ഇത് 6 അടി ഹൈറ്റ് വരുന്ന പറഞ്ഞത്. ഞാൻ കാണുമ്പോൾ അവിടെ 6 അടി ഹൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിവിടെ 6 അടി ഹൈറ്റ് വന്നിട്ടില്ല. പിന്നെ അത് കതിരായി തുടങ്ങി. പിന്നെ ഇത് രക്തോട്ടത്തിനൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ജൈവമാണ്, രാസവളം ഉപയോഗിച്ചാൽ അത് ഭയങ്കര 6 അടി ഹൈറ്റൊക്കെ വരും. അപ്പോൾ അത് വീഴാൻ സാധ്യത കൂടുതലാണ്. തണ്ട് ബലം കുറവാണ് ഇതിന്. CCTV ന്യൂസ് ഇമ്പാക്ട്. സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് ജംഗ്ഷനിൽ അപകട ഭീഷണിയായ പോസ്റ്റ് മുറിച്ചുമാറ്റി. ബുധനാഴ്ച രാവിലെയാണ് സംസ്ഥാനപാത പെരുമ്പിലാവ് സെന്ററിൽ മരം കയറ്റി വന്ന ലോറി തട്ടി സിഗ്നൽ സ്ഥാപിക്കാൻ വേണ്ടി നാട്ടിയ ഇരുമ്പ് പോസ്റ്റ് ചെരിഞ്ഞ് കേബിളുകളിൽ തങ്ങി നിന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയുടെ നടുവിൽ എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കുന്ന തരത്തിൽ പോസ്റ്റ് നിൽക്കുന്നത് CCTV വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് കുന്നംകുളം ഫയർഫോഴ്സ് എത്തി പോസ്റ്റ് മുറിച്ചു മാറ്റുകയായിരുന്നു. കുന്നംകുളം ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, അജീഷ് കുമാർ BS, ആദർശ് MG, നവാസ് ബാബു, ശ്യാം MG, ടോണി ജോസ്, പ്രപഞ്ച് എന്നിവരാണ് പോസ്റ്റ് മാറ്റി അപകട ഭീഷണി ഒഴിവാക്കിയത്. പുതിയ സിഗ്നൽ സംവിധാനത്തിനായി 1 വർഷത്തോളമായി പോസ്റ്റ് സ്ഥാപിച്ചിട്ട് സംസ്ഥാനപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് വൈകുന്നതിലാണ് പുതിയ സിഗ്നൽ സ്ഥാപിക്കാത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
ഗുരുവായൂരപ്പന് പാൽപ്പായസം നിവേദിക്കാനായി 460 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കുടം വഴിപാടായി സമർപ്പിച്ചു. ഹോട്ടൽ വ്യവസായ പ്രമുഖരായ ഒരു ഗ്രൂപ്പാണ് 57.5 പവന്റെ വഴിപാട് സമർപ്പണം നടത്തിയത്. ഇതിന് 33 ലക്ഷം രൂപയിലധികം വില വരും. രാവിലെ പന്തീരടി പൂജ കഴിഞ്ഞ് ക്ഷേത്രം നട തുറന്ന സമയത്ത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഏറ്റുവാങ്ങി. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ CR ലജുമോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ നിന്നും വിജയിച്ച രാകേഷ് കണിയാമ്പറമ്പിലിന് സ്വീകരണവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് അരിയന്നൂർ, 7-ാം വാർഡ് കൂനമുച്ചി എന്നിവിടങ്ങളിൽ നിന്നും വിജയിച്ച നിവ്യ റെനീഷ്, വിനു ജോൺസൺ എന്നിവരുടെ വിജയാഘോഷവും നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച LDF സ്ഥാനാർത്ഥി രാകേഷ് കണിയാമ്പറമ്പിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പര്യടനത്തിന്റെ ഭാഗമായാണ് കൂനമുച്ചി സെന്ററിൽ സ്വീകരണം നൽകിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് രാകേഷ് കണിയാമ്പറമ്പിലിനെ സ്വീകരിച്ചു. വിവിധ സംഘടനകൾക്ക് വേണ്ടി വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് ഹാരാർപ്പണം നടത്തി. രാകേഷ് കണിയാമ്പറമ്പിലിന് പുറമെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിജയിച്ച പ്രമിത സജീവ്, ശിവൻ വാഗ എന്നിവർക്കും സ്വീകരണം നൽകി. ഇടതുമുന്നണി നേതാക്കളായ മുരളി പെരുന്നെല്ലി MLA, KF ഡേവിസ്, PA രമേശൻ, C അംബികേശൻ, MV സന്തോഷ്, AK ഹുസൈൻ, VR മനോജ്, PS ജയൻ തുടങ്ങിയവർ ജനപ്രതിനിധികൾക്കൊപ്പമുണ്ടായിരുന്നു. സ്വീകരണത്തെ തുടർന്ന് കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട നിവ്യ റെനീഷ്, വിനു ജോൺസൺ എന്നിവരുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനം സംഘടിപ്പിച്ചു. കിഴക്കേ പന്നിശ്ശേരിയിൽ നിന്നും DJ മ്യൂസിക്കിനൊപ്പം നൃത്ത ചുവടുകളുമായി ജനപ്രതിനിധികളും പ്രവർത്തകരും കൂനമുച്ചി സെന്ററിൽ എത്തിച്ചേർന്നു. കൊടികൾ വാനിലുയർത്തി വീശിയും പടക്കം പൊട്ടിച്ചും നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ പ്രായമായവരും പിഞ്ചുകുട്ടികൾ അടക്കമുള്ളവരും പങ്കെടുത്തു. കോൺഗ്രസിന്റെ കോട്ടയായ കൂനമുച്ചിയിൽ നിന്നും ചരിത്ര നേട്ടം കൊയ്ത വിനു ജോൺസന്റെ വിജയത്തിന്റെ ആവേശം വാനോളമുയർത്തിയാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, ലോക്കൽ സെക്രട്ടറി MV സന്തോഷ് എന്നിവരും പ്രാദേശിക നേതാക്കളും ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. ആധുനിക നിരീക്ഷണ ക്യാമറ വെച്ചിട്ടും ഫലമുണ്ടായില്ല. കടവല്ലൂർ പാടശേഖരത്തിൽ വീണ്ടും മാംസാവശിഷ്ടങ്ങൾ തള്ളി. ക്യാമറ പരിശോധിച്ച് സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തണമെന്ന ആവശ്യം പഞ്ചായത്ത് അധികൃതർ പരിഗണിച്ചില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. മാലിന്യം തള്ളൽ മൂലം കടവല്ലൂർ പാടത്തെ നെൽകൃഷി നശിക്കാൻ തുടങ്ങിയതോടെയാണ് 3 ലക്ഷം രൂപ ചെലവിട്ട് ക്യാമറ സ്ഥാപിച്ചത്. വിവിധ വകുപ്പുകളെ സമീപിച്ച് ഫലമില്ലാതെ വന്നതോടെ കളക്ടർക്ക് പരാതി നൽകിയാണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള ഉത്തരവ് കർഷകർ നേടിയെടുത്തത്. ക്യാമറയുടെ നിയന്ത്രണം പഞ്ചായത്ത് ഓഫീസിലാണ് എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കൃത്യമായി ഇത് നിരീക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെയില്ല. പോലീസ് സ്റ്റേഷനിൽ ഇവ നിയന്ത്രിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപ്പായിട്ടില്ല. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ക്രിസ്മസ് കരോൾ റോഡ് ഷോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുജനനത്തിന്റെ പ്രകാശം എന്നർത്ഥം വരുന്ന നുഹ്റുദോ യെൽദോ എന്ന പേരിൽ ഞായറാഴ്ചയാണ് ക്രിസ്മസ് കരോൾ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപ്പോലീത്ത ഫ്ളാഗ് ഓഫ് ചെയ്യും. DJ ലൈറ്റ്, കുതിരവണ്ടി, ക്രിസ്മസ് ഡോളുകൾ, മാലാഖമാർ, LED മുത്തുകുടകൾ, ബാൻഡ് സെറ്റ്, ഫ്ലാഷ് മോബ്, ടേബ്ലോ, പാപ്പാ സംഘം, മർത്താമറിയം, വനിതാ സമാജത്തിന്റെ മാർഗംകളി, യൂത്ത് അസോസിയേഷൻ, സൺഡേ സ്കൂൾ കുട്ടികൾ എന്നിവരുടെ വൈവിധ്യമാർന്ന പരിപാടികൾ എന്നിവ റോഡ് ഷോയുടെ ഭാഗമായി നടക്കും. പള്ളിക്ക് കീഴിലുള്ള 11ഓളം കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള വിശ്വാസികളും പങ്കെടുക്കും. ഇടവകയിലെ MPPM യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ പള്ളിയിൽ ഒരുക്കിയ 40 അടി ഉയരമുള്ള വലിയ ക്രിസ്മസ് ട്രീയുടെ ഉദ്ഘാടനവും ഞായറാഴ്ച വൈകിട്ട് നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ബിജു മുങ്ങാംകുന്നൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള കടവല്ലൂർ വട്ടമാവ് മൈതാനം നവീകരിക്കാൻ പദ്ധതിയായെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കാൻ സാധിക്കാതെ അധികൃതർ. 2 വീട്ടുകാർ മൈതാനത്തിന്റെ ഭാഗമായി സ്ഥലം കയ്യേറി താമസിക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. മൈതാനത്തിന്റെ നവീകരണം വൈകിയപ്പോൾ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ കൊരട്ടിക്കര പട്ടിയാമ്പുള്ളി ധനീഷ് മന്ത്രി V അബ്ദുറഹ്മാന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്യേറ്റക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകി. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇവർ ഒഴിഞ്ഞുപോയിട്ടില്ല. പൊതുസ്ഥലത്ത് താമസിക്കുന്നവർക്ക് മറ്റു സ്ഥലങ്ങളിൽ വസ്തുവും വീടും ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ വർഷങ്ങളായി താമസിക്കുന്ന ഈ സ്ഥലം തങ്ങൾക്ക് പതിച്ചു നൽകണമെന്നാണ് ഇവരുടെ അവകാശവാദം.
ക്രിസ്മസിന് പുതുവസ്ത്രമെടുക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ നേരെ കുടുംബസമേതം ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തെരാസസ് ഹൈസ്കൂളിലേക്ക് പോന്നോളൂ. PTIയുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ക്ലോത്ത് ബാങ്കിൽ നിന്നും മനസ്സിനിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ സൗജന്യമായി സ്വന്തമാക്കാം. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വസ്ത്രങ്ങളാണ് ക്ലോത്ത് ബാങ്കിലുള്ളത്. ഉപയോഗിക്കാത്തതും 1-2 തവണ ഉപയോഗിച്ചതുമായ വസ്ത്രങ്ങൾ ശേഖരണത്തിലുണ്ട്. ഓൺലൈനിലൂടെ വാങ്ങിയ വസ്ത്രങ്ങൾ മനസ്സിനിണങ്ങാതെ മാറ്റിവെച്ചതും ക്ലോത്ത് ബാങ്കിലേക്ക് നൽകി. 2 ആഴ്ച കൊണ്ട് 1000-ലധികം വസ്ത്രങ്ങളാണ് ഇങ്ങനെ ശേഖരിച്ചത്. ഇതെല്ലാം ഒരു ക്ലാസ് മുറിയിൽ പ്രദർശിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാം. കഴിഞ്ഞ ക്രിസ്മസിന് ഇത്തരത്തിലൊരുക്കിയ ക്ലോത്ത് ബാങ്ക് വലിയ വിജയമായിരുന്നു. ഇത്തവണ ക്രിസ്മസ് ആകാറായപ്പോഴേക്കും വിദ്യാർത്ഥികൾ അധ്യാപകരോട് ക്ലോത്ത് ബാങ്കിനെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. നിരവധി പേർ വസ്ത്രങ്ങൾ നൽകാനായി മുന്നോട്ട് വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ക്ലോത്ത് ബാങ്ക് തുടങ്ങിയതെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ ഡേയ്സ് മരിയ പറഞ്ഞു. 2 കൂട്ടരാണ് ചോദിക്കുന്നത്. ഒന്ന്, അവർക്ക് പുതിയ ഡ്രസ്സ് വേണം എന്ന്, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് വേണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ. അതേപോലെ തന്നെ വീടുകളിൽ നല്ല ഡ്രസ്സ് ഉണ്ട്, അത് ആർക്കെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു സന്മനസ്സുള്ള കുട്ടികൾ. 2 തരത്തിലുള്ളവരും വന്ന് ടീച്ചേഴ്സിനോട് ചോദിച്ചു എന്ന് ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ നമുക്കത് വീണ്ടും തുടങ്ങാമെന്ന് PTAക്ക് അതിനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് വീണ്ടും നമുക്ക് ഈ വർഷം കൂടി അത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പരീക്ഷ കഴിയുന്നതോടുകൂടി നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സുകളല്ലാതെ ഒരുവിധം കുട്ടികൾ കൊണ്ടുപോകുമെന്ന് കരുതുന്നു. അവർക്കത് ഭയങ്കര വലിയ സന്തോഷമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊച്ചുകുട്ടികളുടേത് മുതൽ മുതിർന്നവരുടേത് വരെ സാരി അടക്കമുള്ള പുത്തൻ വസ്ത്രങ്ങൾ ഈ ബാങ്കിലുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ക്രിസ്മസ് പരീക്ഷ അവസാനിക്കുമ്പോഴേക്കും വസ്ത്രങ്ങളും കാലിയാകുമെന്നാണ് കരുതുന്നത്. കടവല്ലൂർ കല്ലുംപുറത്ത് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. കല്ലുംപുറം ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 11:40-നായിരുന്നു അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ ചാലിശ്ശേരി റോഡിലേക്ക് തിരിയുമ്പോൾ ചങ്ങരംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ഒരു കാർ ചാലിശ്ശേരി ഭാഗത്തു നിന്നും വന്നിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയും ചെയ്തു. ചാലിശ്ശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിലെ യാത്രക്കാരായ കരിക്കാട് സ്വദേശികളായ 3 യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സ്ഥിരം അപകട മേഖലയായി മാറുന്ന കല്ലുംപുറം ജംഗ്ഷനിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനാവശ്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കുന്നംകുളം YMCA നേതൃത്വത്തിൽ 28ാമത് സംസ്ഥാനതല കരോൾ ഗാന മത്സരം വെള്ളിയാഴ്ച നടക്കും. YMCA കേരള റീജിയണൽ ചെയർമാൻ അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്യും. മോർ അന്തോണിയോസ് ആശ്രമത്തിലെ റവറൻ ഏലിയ റമ്പാൻ ക്രിസ്മസ് സന്ദേശം നൽകും. YMCA പ്രസിഡന്റ് CU ബെന്യാമിൻ, ഓണററി സെക്രട്ടറി സജു TC, ട്രഷറർ ജോബിൻസ് പീറ്റർ, പ്രോഗ്രാം കൺവീനർ എബ്രഹാം ലിങ്കൺ എന്നിവർ നേതൃത്വം നൽകും. കാട്ടകമ്പൽ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. ചിറയൻകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും താലം, ഉടുക്കുപാട്ട്, ആന, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ക്ഷേത്രത്തിൽ അന്നദാനം, ഉടുക്കുപാട്ട്, തിരിയൊഴിച്ചിൽ, അയ്യപ്പൻ വാവർ സംവാദം എന്നിവയുണ്ടായി. പുന്നൂർകുളം പഞ്ചായത്ത് പാപ്പാളി 18-ാം വാർഡിൽ LDF SDPI അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് UDF നേതാവും DCC സെക്രട്ടറിയുമായ AM അലാവുദ്ദീൻ. വാർഡ് രൂപീകൃതമായ കാലം മുതൽ ഇവിടെ ജയിച്ചു വന്നിരുന്നത് UDF ആയിരുന്നു. കഴിഞ്ഞ 2 തവണ ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളിയായി SDPI ആയിരുന്നെങ്കിലും LDFന് 200-ൽ പരം വോട്ടുകൾ ഉണ്ടായിരുന്നു. 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF 2020-ൽ ജയിച്ചത്. അന്ന് 513 വോട്ട് UDF നേടിയപ്പോൾ 508 വോട്ട് നേടി SDPI തൊട്ടുപുറകിൽ ഉണ്ടായിരുന്നുവെങ്കിലും 224 വോട്ട് LDF നേടിയിരുന്നു. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDF 536 വോട്ടും SDPI 689 വോട്ടും നേടി. ഇതേസമയം LDFന് 55 വോട്ട് മാത്രമാണ് കിട്ടിയത്. അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായാണ് UDFന് സീറ്റ് നഷ്ടമായത്. മാത്രവുമല്ല, വെൽഫെയർ പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള ഇവിടെ 45 വോട്ട് മാത്രമാണ് കിട്ടിയത്. ഇതും ഇവർ തമ്മിലുള്ള അന്തർധാര കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നും AM അലാവുദ്ദീൻ കൂട്ടിച്ചേർത്തു. 2025 തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ച വോട്ടടക്കം ഞങ്ങൾക്ക് 536, ഞങ്ങളെ വോട്ട് വർദ്ധിപ്പിച്ച് 536 കിട്ടിയും. SDPIക്ക് 689 വോട്ട്. പക്ഷേ അവിടെ LDFന് CPMന് 55 വോട്ടാണ് കിട്ടിയത്. ബാക്കി 200ഓളം വോട്ട് എവിടെ പോയി എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്.
ചാവക്കാട് പോലീസിന് സ്നേഹോപഹാരം കൈമാറി. ഗുരുപാദപുരി ശ്രീ അയ്യപ്പസ്വാമി സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തത്വമസി ഗൾഫ് നടത്തിയ 20ാമത് ദേശവിളക്ക് മഹോത്സവത്തിന് ആവശ്യമായ പിന്തുണ നൽകിയതിനാണ് പോലീസിന് ഉപഹാരം സമ്മാനിച്ചത്. ഗുരുപാദപുരി അയ്യപ്പസ്വാമി സേവാ സംഘം ചെയർമാൻ ഡോക്ടർ PV മധുസൂദനനും തത്വമസി ഗൾഫ് സ്ഥാപകൻ ബിനീഷ് രാജ് നെടിയേടത്തും ചേർന്ന് ചാവക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിമലിന് ഉപഹാരം കൈമാറി. ചടങ്ങിൽ കൺവീനർ NV മധു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം NK സിദ്ധാർത്ഥൻ, പോലീസ് സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്ന സബ്സ്റ്റേഷന് സമീപം KSEB ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ് 2 മയിലുകൾ ചത്തു. ഇന്ന് രാവിലെയാണ് സംഭവം. ട്രാൻസ്ഫോമറിലേക്ക് പറന്ന മയിൽ ഉടൻ തന്നെ ഷോക്കേറ്റ് കമ്പിയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഒരെണ്ണം താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ KSEBയെ വിവരം അറിയിച്ചു. വൈദ്യുതി ഓഫ് ചെയ്തു. ജീവൻ ഉണ്ടായിരുന്ന മയിലുകളെ രക്ഷിക്കുവാനുള്ള ശ്രമം നാട്ടുകാർ നടത്തിയെങ്കിലും വിഫലമായി. തുടർന്ന് KSEB ജീവനക്കാർ, സിവിൽ ഡിഫൻസ് സംഘം, പ്രബീഷ് ഗുരുവായൂർ എന്നിവർ സ്ഥലത്തെത്തി മയിലിനെ താഴെയിറക്കി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. കൊച്ചി മറൈൻ ഡ്രൈവിൽ പുല്ലാങ്കുഴലിൽ പാട്ടുപാടി നടന്ന് പിന്നീട് വലിയ ചാനൽ ഷോകളിലേക്കും കൊച്ചിയിലെ ആർഭാട ഹോട്ടലായ ലെ മെർഡിയന്റെ വേദിയിലേക്കും സംഗീതവുമായി നടന്നു കയറിയ പ്രകാശ് പോന്നൂർ എന്ന പുല്ലാങ്കുഴൽ വാദകനായ ഗായകൻ ആദ്യമായി പാടുന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനം നടന്നു. മുഴുവൻ സമയവും സംഗീതവുമായി ജീവിക്കാൻ തീരുമാനിച്ച് നാട്ടിലുണ്ടായിരുന്ന ചെറിയ ബിസിനസ്സുകൾ മറ്റു പലരെയും ഏൽപ്പിച്ച് പെട്ടെന്നൊരു ദിവസം തന്റെ പ്രിയപ്പെട്ട സംഗീത ഉപകരണമായ പുല്ലാങ്കുഴലുകളുമായി പ്രകാശൻ കൊച്ചിയിലേക്ക് വണ്ടി കയറുകയായിരുന്നു. കൈപ്പറമ്പ് പോന്നൂർ സ്വദേശിയായ പ്രകാശൻ എന്ന കലാകാരൻ കൊച്ചി മറൈൻ ഡ്രൈവിൽ ദിവസവും തന്റെ പാട്ടുകളുമായി ആസ്വാദകരെ ആകർഷിച്ചു വരുന്നതിനിടെ സോഷ്യൽ മീഡിയകളും പിന്നീട് ചാനൽ ഷോകളും ഈ കലാകാരനെ ഏറ്റെടുക്കുകയായിരുന്നു. പ്രകാശനിലെ കലാപ്രതിഭ തിരിച്ചറിഞ്ഞ ഷെഫ് സുരേഷ് പിള്ള വഴി ലെ മെർഡിയൻ എന്ന ആർഭാട റെസ്റ്റോറന്റുകളിലെ സ്ഥിരം പാട്ടുകാരനായും അദ്ദേഹം മാറുകയായിരുന്നു. സുനിൽ ചൂണ്ടൽ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച് ശ്രീനു പെരുമ്പിലാവ് പശ്ചാത്തല സംഗീതമൊരുക്കി ഈ ശബരിമല സീസണിൽ പുറത്തിറക്കുന്ന ആൽബമാണ് പ്രകാശന്റെ ശബ്ദത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. പ്രകാശൻ തന്നെയാണ് ആൽബത്തിൽ അഭിനേതാവായി പ്രത്യക്ഷപ്പെടുന്നതും. പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരനും പ്രകാശന്റെ ഗുരുനാഥനുമായ ചിത്രാംബരി ശിവദാസൻ മാസ്റ്ററാണ് ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. കൃഷ്ണദാസ് ചിത്രാംബരി, ലത ഗുരുവായൂർ, കണ്ണൻ തുരുത്ത്, രാധാകൃഷ്ണൻ ചെമ്മണ്ണൂർ, ബിനേഷ് ചൊവ്വന്നൂർ, മിഥുൻ പ്രണവം തുടങ്ങിയ കലാകാരന്മാരും ആൽബത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വാർഡിലെ വോട്ടർമാർക്ക് നന്ദി സൂചകമായി പച്ചക്കറി തൈകൾ നൽകി നിയുക്ത മെമ്പർ CV ധനേഷ്. ഒരുമനൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പറാണ് ധനേഷ്. നിയുക്ത ബ്ലോക്ക് മെമ്പർ KJ ചാക്കോ, UDF വാർഡ് നേതാക്കളായ ശ്യാം സുന്ദർ, ജോബി ആളൂർ, അശ്വിൻ ചാക്കോ, വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. പാലയൂർ ഫൊറോനയിലെ വാഴപ്പിള്ളി തറവാട്ട് കൂട്ടായ്മയുടെ പ്രഥമ സംഗമം ഡിസംബർ 21 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആർത്താറ്റ് ഹോളിക്രോസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് സംഗമം. രാവിലെ 5 മണിക്ക് രജിസ്ട്രേഷനോട് കൂടിയാണ് സംഗമത്തിന് തുടക്കമാവുക. 9:30 ഫാദർ ഫ്രാൻസിസ് വാഴപ്പിള്ളി സീനിയർ മുഖ്യ കാർമ്മികനായി ദിവ്യബലി നടക്കും. ഡോക്ടർ ട്വിങ്കിൾ വാഴപ്പിള്ളി സന്ദേശം നൽകും. വൈദികരായ സൈജൻ വാഴപ്പിള്ളി, ബിൽജു വാഴപ്പിള്ളി, ടോണി വാഴപ്പിള്ളി, ഫ്രെജോ വാഴപ്പിള്ളി, GB വാഴപ്പിള്ളി എന്നിവർ ദിവ്യബലിയിൽ സഹകാർമ്മികരാകും. 10:30 വിശിഷ്ടാതിഥികളെ സ്വീകരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് ആനയിക്കും. മെൽബൺ രൂപത ബിഷപ്പ് എമിരറ്റ്സ് മാർ ബോസ്കോ പുത്തൂർ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഫാദർ ഫ്രാൻസിസ് വാഴപ്പിള്ളി അധ്യക്ഷനാകും. തറവാട് കൂട്ടായ്മ സെക്രട്ടറി VT തോബിയാസ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിക്കും. ട്രഷറർ V ജോഷി പോൾ കണക്കവതരണവും നടത്തും. ലോഗോ, സുവനീർ കവർ എന്നിവയുടെ പ്രകാശനം മാർ ബോസ്കോ പുത്തൂർ നിർവഹിക്കും. പാലയൂർ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ആദരച്ചടങ്ങ്, വിവിധ കലാപരിപാടികൾ എന്നിവയ്ക്ക് ശേഷം സ്നേഹവിരുന്നോടെ തറവാട്ട് കൂട്ടായ്മ സംഗമത്തിന് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ ഫ്രാൻസിസ് വാഴപ്പിള്ളി, VD ജോഷി മാസ്റ്റർ, VK വിൽസൺ, VJ വിനു, ബോസ് വാഴപ്പിള്ളി എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന അശാസ്ത്രീയമായ ദിശാബോർഡുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് SDPI മുനിസിപ്പൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ച് ബോർഡുകളിൽ മാറ്റം വരുത്തണമെന്നും സബ് ഇൻസ്പെക്ടർ സജിത്തിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. ഗുരുവായൂർ മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി TM ഷഫീദ്, മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി, ബേബി റോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് റഫീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ വസ്ത്രവിപണി ഉണർന്നു. കുന്നംകുളം കേരള വസ്ത്രാലയത്തിൽ
ട്രെൻഡിയായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ എത്തുന്നവരുടെ തിരക്കേറി തുടങ്ങി. ക്രിസ്മസ് ന്യൂ ഇയർ എത്തിയതോടുകൂടി വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളെല്ലാം വലിയ തിരക്കിലാണ്. ആഘോഷങ്ങൾ ഏതു തന്നെയായാലും പുതുവസ്ത്രങ്ങൾ ഒഴിച്ചുകൂടാനാകാത്തതാണ് മലയാളികൾക്ക്. കേരള വസ്ത്രാലയത്തിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവാഹാവശ്യങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല, എല്ലാ ഉത്സവാഘോഷങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ, ഡ്രസ് കോഡുകൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റിനുള്ളിൽ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതാണ് കേരള വസ്ത്രാലയത്തിന്റെ പ്രത്യേകത. ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ പരമാവധി കുറഞ്ഞ വിലയിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. മാറുന്ന കാലത്തിനൊപ്പം മാറിവരുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തവും മനോഹരവുമായ വസ്ത്രശേഖരമാണ് കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,330 രൂപ, പവന് 98,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 200 രൂപ. ചരമം കാട്ടകമ്പൽ സ്രായിൽ പുഴിക്കുന്നത്ത് പരേതനായ അപ്പുകുട്ടന്റെ മകൻ ലോഹിതാക്ഷൻ നിര്യാതനായി 69 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് നടക്കും. വനജയാണ് ഭാര്യ. നിഖിൽ, നിതിൻ, നിമിയ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിയുടെ പേര് ഉപേക്ഷിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത കൂടിയാണ് കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുന്നതെന്ന് സുനിൽ പി ഇളയിടം. കേന്ദ്ര സർക്കാരിന്റേത് വർഗീയതയുടെ രാഷ്ട്രീയ യുക്തിയെ ജനക്ഷേമ പദ്ധതിയിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമെന്നും ഇളയിടം. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമുകളിൽ പന്നികളുടെ ദയാവധം ആരംഭിച്ചു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെയും കടങ്ങോട് പഞ്ചായത്തിന്റെയും വെറ്റിനറി ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് കള്ളിംഗ് ഓപ്പറേഷൻ നടത്തിയത്. പുന്നൂർകുളം ചമ്മന്നൂർ മാഞ്ചിറ പാലത്തിന്റെ അരിക് ഇടിഞ്ഞതിനെ തുടർന്ന് വടുതല ആറ്റുപുറം PWD റോഡിൽ ഭാഗികമായി ഗതാഗതം നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് വിലക്കി. വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം വാണിയമ്പലം മടശ്ശേരി സ്വദേശി ഇരട്ടപ്പിലാക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുൻസാഫിറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അറബിക് അധ്യാപകനും ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ചുമതലയുള്ള പ്രതി 7ഓളം ആൺകുട്ടികളെയാണ് പീഡനത്തിനിരയാക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.